ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കഥ പറയാം. കഥയല്ല, സംഭവമാണ്. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലാണിത് വിവരിക്കുന്നത്. നാഥാൻ പ്രവാചകനെ ദൈവം ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു. പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ ഒരു ധനികനും ഒരു ദരിദ്രനും ഉണ്ടായിരുന്നു. ധനികന് ധാരാളം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രന് ഒരേ ഒരു പെൺ ആട്ടിൻകുട്ടി മാത്രം. ഈ ആട്ടിൻകുട്ടി ദരിദ്രനായ മനുഷ്യൻ്റെ മടിയിൽ കിടന്ന് വളർന്നു. അവൻ്റെ ഭക്ഷണം ആട്ടിൻകുട്ടിയുടെയും ഭക്ഷണമായിരുന്നു. ഒരു മകളെപ്പോലെ അവൻ വളർത്തി അവൻ്റെ മക്കളോടൊപ്പം വളർന്നു. ഒരു ദിവസം ധനികനായ മനുഷ്യൻ്റെ വീട്ടിൽ 2 വിരുന്നുകാർ വന്നു. അവർക്ക് ഭക്ഷണമൊരുക്കാൻ ഒരാടിനെ കൊല്ലണം. സ്വന്തം ആട്ടിൻപറ്റത്തിൽ നിന്നൊന്നിനെ പിടിക്കാൻ അവന് മനസ്സില്ലായിരുന്നു. ദരിദ്രനായ മനുഷ്യൻ്റെ ആട്ടിൻകുട്ടിയെ കൊന്ന് അവർക്ക് ഭക്ഷണമൊരുക്കി. ഇത് കേട്ട് ദാവീദ് രാജാവ് ക്രുദ്ധനായി പറഞ്ഞു, അവനാരായാലും ആ മനുഷ്യൻ മരിക്കണം. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മിലൊരു ദാവീദ് അംശമൊക്കെ ഇല്ലേ? ദാവീദിൻ്റെ അംശം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടപ്പില്ലേ? തിരിച്ചറിയണ്ടേ? തിരിച്ചു വരണ്ടേ? നാഥാൻ പ്രവാചകൻ്റെ വാക്കുകേട്ട് പശ്ചാത്തപിച്ച ദാവീദ് രാജാവ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തിരുവചനം ദാവീദിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്ത മനുഷ്യനെന്നാണ്. നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാം, തിരിഞ്ഞു നടക്കാം, തിരിച്ചു വരാം. ആമേൻ.